വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം വീണ്ടും ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകുമ്പോൾ പ്രതിപക്ഷ മുന്നണികളുടെ ഇരട്ട നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത്. വികസനത്തെക്കാൾ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണ് മുൻനിർത്തുന്നതെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നേമത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. വികസനവും ജനക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന LDFനെ നേരിടാൻ വ്യക്തമായ രാഷ്ട്രീയ ദിശയില്ലാതെ UDFും BJPയും നടത്തുന്ന നീക്കങ്ങളാണ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയായിരിക്കുന്നത്. ഒരിക്കൽ പോലും തുടർച്ചയായി ജനപിന്തുണ ഉറപ്പാക്കാൻ കഴിയാത്ത BJP പ്രചാരണ വാചകങ്ങളിലൂടെ മാത്രം നേമത്തെ പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ്. അതേസമയം ഓരോ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി ആശയക്കുഴപ്പത്തിലാകുന്ന UDF വീണ്ടും അതേ വഴിയിലാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉറച്ച നിലപാടെടുക്കുന്നതിന് പകരം പരസ്പരം ആരോപണങ്ങളിലൂടെയും രാഷ്ട്രീയ കളികളിലൂടെയും മുന്നോട്ടു പോകുന്ന UDFും BJPയും നേമത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടത്തെ വികസനവും ഭരണപരമായ നേട്ടങ്ങളും മുന്നോട്ട് വെക്കുന്ന LDFനെതിരായ ഒരു കൂട്ടുപോരാട്ടമാക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു തവണ ജയിച്ച ഇവിടെ 3 മുന്നണികൾക്കും ഒരുപോലെ ജയസാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. 2016 O രാജഗോപാലിലൂടെ BJP ചരിത്രം സൃഷ്ടിച്ച സീറ്റ് 2021 V ശിവൻകുട്ടിയിലൂടെ LDF തിരിച്ചുപിടിച്ചു. BJP ജയിക്കാനിടയായത് UDF ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതാണെന്ന ആരോപണം ഇന്നും സജീവമാണ്. 2016 UDF വോട്ടുകൾ കുത്തനെ കുറയുകയും 2021 K മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ വോട്ടുകൾ തിരിച്ചെത്തുകയും ചെയ്തത് ആരോപണം ശരിവെക്കുന്നതാണ്. ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മണ്ഡലം വീണ്ടും ഹൈ വോൾട്ടേജായി. മികച്ച മന്ത്രിമാരിൽ ഒരാളായി പേരെടുത്ത ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. UDF സ്ഥാനാർത്ഥി നിർണയത്തിലെ ആശയക്കുഴപ്പം പ്രകടമാണ്. ഇത്തവണ ദുർബല സ്ഥാനാർത്ഥിയാകുമോ അതോ വീണ്ടും കരുത്തരയിറക്കുമോ എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല. അതേസമയം യുവ നേതാക്കളായ വൈഷ്ണ സുരേഷ്, വീണ S നായർ എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലാണ്. നേമം മണ്ഡലത്തിന്റെ ചരിത്രം ത്രികോണ മത്സരത്തിന്റേതാണ്. 2021 UDF വോട്ട് തിരിച്ചുപിടിച്ചത് LDFന് ഗുണകരമായി. 2026 UDF ദുർബല സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ BJPയും LDFും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റവും മണ്ഡലത്തിലെ BJP സാധ്യതകൾ ശക്തമാക്കുന്നുണ്ട്. KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ സുരേഷ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 397 വോട്ട് ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ്. നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് നീക്കിയതിനെതിരെ ഹൈക്കോടതിയിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും നിയമ പോരാട്ടം നടത്തി വിജയിച്ചതോടെയാണ് വൈഷ്ണ ശ്രദ്ധേയായത്. അഭിഭാഷക, മുൻ TV അവതാരിക, ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ശ്രദ്ധേയാണ് വീണ. 2021 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനത്തായി. UDF സ്ഥാനാർത്ഥി ദുർബലമായാൽ 2021 പോലെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകില്ല. ആ വോട്ടുകൾ വീണ്ടും BJPയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നേമം ഒരിക്കൽ കൂടി LDFും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ മണ്ഡലമാകും. അതേസമയം NH-66 വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റേത് തരം താഴ്ന്ന പ്രസ്താവനയാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവന തിരുത്തണമെന്നാണ് പറയുന്നത്. മന്ത്രി റിയാസിനെ മരുമകൻ എന്ന് വിളിക്കുന്ന രീതി കണ്ടു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് മന്ത്രി റിയാസിന്റെ രാഷ്ട്രീയം. റിയാസിനെ പോലെ രാഷ്ട്രീയ ചരിത്രം രാജീവ് ചന്ദ്രശേഖറിന് പറയാനുണ്ടോ എന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത്. മിസ്ഡ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുന്ന പോലെയല്ല. അധിക്ഷേപിക്കുന്ന രീതി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ടെടുക്കണ്ട. ഓട് പൊളിച്ചിറങ്ങിയ ആളല്ല റിയാസ് എന്നും മന്ത്രി പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആ സ്റ്റേജിൽ കയറിയിരുന്നത് എന്തു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാജീവിന് കൊമ്പുണ്ടോ? രാജീവ് ചന്ദ്രശേഖറിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം എന്താണ്? BJPയിൽ മെമ്പർഷിപ്പ് കിട്ടിയത് തന്നെ മുതലാളിക്കോട്ടയിൽ. നിങ്ങൾ വിശപ്പ് എന്താണെന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കാതെ വസ്തുതകൾ സംസാരിക്കാൻ BJP തയ്യാറാകണം. നേമം മണ്ഡലത്തിൽ 900 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ ആക്ഷേപ സ്വരത്തിലുള്ള വെല്ലുവിളിയാണ് പിൻവലിക്കേണ്ടത്. നഴ്സുമാരുടെ സമരത്തിൽ ഇതുവരെ ഒരു നിവേദനം അവർ നൽകിയിട്ടില്ല.
റിയാസിനെ വിളിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. റിയാസ് വകുപ്പ് മന്ത്രിയാണ്. ഇതിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയും വന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി.